ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രോസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് നടന്നിരുന്നു. അപ്പം എക്സാം ഉള്ളവരൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എക്സാം ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഏകദേശം കിളി പറത്തിയ ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയ ഒരു എക്സാം തന്നെയാണ് നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി സെക്കൻഡ് ഫേസിൻ്റെ. അപ്പോൾ അവയുടെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ നമ്മുടെ മലയാളത്തിൻ്റെ 10 ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സാണ് നോക്കുന്നത്. ഒരുവിധം മാർക്ക് ഒരു 6, 7, 8 മാർക്കൊക്കെ ഒരുവിധം പഠിക്കുന്നവർക്കൊക്കെ ഒപ്പിക്കാൻ പറ്റിയ ഒരു എക്സാം തന്നെയായിരുന്നു. അല്പം കൺഫ്യൂഷനാക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ അവയുടെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 91ാമത്തെയാണ്. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതാനാണ്. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 92ാമത്തെ ചോദ്യമാണ്. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതാനാണ്. തേൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മധുൽ. 93ാമത്തെ ചോദ്യമാണ്. മന്നപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക എന്നാണ്. മന്നപ്പട്ടുടുത്തവൻ ഏതാണ്? ഇത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് വെച്ച് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യനാണ്. കണ്ട ക്ഷേതം നേട്ടം നമുക്ക് വൈറ്റ് ഓർമ്മ വരും. ഇതിൽ ഹരിതാംബരൻ, ഹരിതം എന്ന് പറഞ്ഞാൽ ഹരിത സസ്യങ്ങൾ, പച്ചച്ചെടികളല്ലേ. ഓക്കെ, അപ്പോൾ പച്ച ഗ്രീനുമായ ഒരു ബന്ധമുണ്ട്. ബാക്കി 2 എയും ബിയും ആണ് ഉള്ളത്. അതിൽ ഓപ്ഷൻ ബി ആണ് പീതാംബരൻ. ഓപ്ഷൻ ബി ആണ്. മന്നപ്പട്ടുടുത്തവൻ. ഓപ്ഷൻ ബി പീതാംബരൻ. 94ാമത്തെ ചോദ്യമാണ്. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്നാണ്? ഏതാണ്? ധൃതി ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ഏതാണ്? കിട്ടാവുന്നതാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, 3ഉം 4ഉമാണ്. തിടുക്കവും വേഗവുമാണ്. 95ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. കാട്ടിനേൻ. ഏതാണ്? പിരിച്ചെഴുതുക. കാട്ടിനേൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാട്ടി പ്ലസ് ഏൻ ആണ്. കാട്ടി പ്ലസ് ഏൻ. ഓപ്ഷൻ എ ആണ്. 96ാമത്തെ ചോദ്യം. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഭാരതീയർ എല്ലാവരും. ഏതാണ് ബാക്കി വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സ്നേഹാദരവ ഭാവത്തോട് വർത്തിക്കണം. ഓപ്ഷൻ ബി ആണ്. 97ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്. ഇത് പഠിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തെറ്റി ചോദിക്കുന്ന ചോദ്യമാണ്. ശരിയായ പദം ഏതാണ്? 90% പേരും ആരോഗ്യ ശരീരം ഓപ്ഷൻ എ അടിച്ചു വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിയായ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആരോഗ്യ ശരീരം എന്നാണ്. ഓക്കെ, ഇതാണ് കറക്റ്റായ പദം. 98ാമത്തെ ചോദ്യം. പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയാൽ? ഇതും കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ടാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1ഉം 2ഉം ശരിയാണ്. പോട്ടവൻ, പോട്ടെ അവൻ രണ്ടും ശരി തന്നെയാണ്. 99ാമത്തെ ചോദ്യം. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ ഉപയോഗിക്കാവുന്ന പഴഞ്ചൊൽ ഏതാണ്? അല്പം ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. കറക്റ്റ് പഴഞ്ചൊൽ ഏതാണ്? ഓപ്ഷൻ ബി. ചിട്ടു തുപ്പാനും മേല, ഇറക്കാനും മേല. ലാസ്റ്റ് ചോദ്യമാണ്. എതിർലിംഗം എഴുതുക. ചെട്ടിച്ച്. ഏതാണ്? ഓപ്ഷൻ എ. ചെട്ടി പ്ലസ് ചെട്ടി, ഓപ്പോസിറ്റ് ചെട്ടിച്ചിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി സെക്കൻഡ് ഫേസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക.